بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. തുഹഫയുടെ 14ാമത്തെ സബക്ക് അഫ്ദൽ ബയാളാണല്ലോ തലപ്പാവിലൊക്കെ പറഞ്ഞത്. നവസിഖത്തു ലുബ്സിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിഇമാമത്തി സൗദാ, കറുത്ത തലപ്പാവ് നബിതങ്ങൾ ധരിച്ചു എന്ന അതിശൈസത്താണല്ലോ. പിന്നെ നുസൂലി അക്സരി മലായികത്തി യൗമ ബദരിൻ, ബദർ ദിനത്തിൽ മലായികത്തുനിന്ന് അധിക പേരും ഇറങ്ങിയത് ബി അമായിമ സുഫരിൻ, മഞ്ഞ തലപ്പാവ് വെച്ചിട്ടാണല്ലോ. ഇതൊക്കെ ശരിയായി വന്ന ഹദീസ് തന്നെയാണ്. എന്നാൽ അത് വഖാഇഉ മുഹ്തമിലത്തുൻ, അതൊക്കെ അങ്ങനെ സാധ്യമായി വരാൻ പറ്റുന്ന ഓരോ സംഭവങ്ങളാണ്. അവലാ തനാഫിയ ഫലാ തുനാഫി ഉമൂമൽ ഖബരി സഹീഹ് അൽ ആമിർ ബിലുബ്സിൽ ബയാൻ, വെളുത്ത് ധരിക്കണം എന്നൊരു കൽപ്പനയുണ്ട്. അങ്ങനെ കൽപ്പനയായി വന്ന സഹീഹായ ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ ഉമൂമിനോട് ഇത്തരം സംഭവങ്ങൾ എതിരാകുമോ? ഇല്ല. അപ്പതായി വെള്ളനെ ധരിക്കാം, കറുപ്പിനെ പറ്റി ഇങ്ങനെയും പറയാം. പിന്നെ അന്നഹു ഖൈറുൽ അൽവാനി ബിൽ ഹയാത്തി വൽ മൗത്തി, ജീവിതം മരണം ഇവ രണ്ടിലും പല കളറും പറ്റുമെങ്കിൽ ആ കളറിൽ ഉത്തമമായ കളറാണ് വെള്ള. അപ്പൊ അതും എന്താവുക? കുഴപ്പമില്ല, എതിരില്ലല്ലോ. വലാ ബൈസ ബി ലുബ്സിൽ ഖലൻസുബത്തി അല്ലാത്തിഅതി ബിർറഇസി, തലയോട് ചേർന്നുകൊണ്ടുള്ള യോജിക്കുന്ന തൊപ്പി ധരിച്ചു. ആ തൊപ്പി ധരിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. തലക്ക് യോജിച്ച് തൊപ്പിയിട്ടു, അതിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പിന്നെ വൽ മുർത്തഫിഅത്തിൽ മളുറബത്തി വഗൈരിഹ തഅതൽ ഇമാമത്തി, തലയുടെ തലപ്പാവിന്റെ അടിഭാഗത്ത് എന്തായി? മളുറബത്ത് അല്ലാത്ത ഉയർന്ന തൊപ്പി ധരിച്ചു. അതിന് കുഴപ്പമുണ്ടോ? അതിനും കുഴപ്പമില്ല. അപ്പൊ ഈ മളുറബത്ത് എന്ന് പറയുമ്പോ എന്താണ്? അത് എന്തോ നിറക്കപ്പെട്ടിരുന്ന തൊപ്പി, എന്തെങ്കിലുമൊക്കെ നിറച്ച് പരുത്തിയോ അതല്ലെങ്കിൽ അതുപോലത്തെ സ്പോഞ്ചോ ഒക്കെ നിറച്ചു വെച്ചു. അങ്ങനെയുള്ള കുറച്ച് ഉയർന്നു നിൽക്കുന്ന തൊപ്പി ആയിക്കോട്ടെ, ആ തൊപ്പി ധരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി അതല്ലാത്ത തൊപ്പി ആയിക്കോട്ടെ, അതിനും കുഴപ്പമില്ല. തലീകെട്ട് കെട്ടി അതിന്റെ അടിഭാഗത്ത് വെച്ചു. അപ്പൊ ആദ്യം തൊപ്പി വെച്ച് തലപ്പാവ് വെച്ച്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ബിലാ ഇമാമ, നീ തലയ്ക്കെട്ടില്ലാതെ വെച്ചു, കുഴപ്പമുണ്ടോ? അതിനും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ അന്ന കുല്ല ദാലിക, ഈ പറഞ്ഞ മുഴുവനും ജാഅൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളെ തൊട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെന്തിനാ നമുക്ക് പ്രശ്നപ്പെടുന്നു? തൊപ്പി ധരിച്ചോട്ടെ, തൊപ്പി വെച്ച് തലി കെട്ടിക്കോട്ടെ, ഏത് തൊപ്പിയും ധരിക്കാം, ഒക്കെ ധരിക്കാം. വെള്ള നല്ലതാന്ന് മാത്രം. ഒബി ഖൗലി റാവി, റാവിയുടെ വാക്കുകൊണ്ട് ബിലാ ഇമാമ, തലപ്പാവ് ഇല്ലാതെയും എന്ന് പറഞ്ഞില്ലേ, അത് റിപ്പോർട്ട് ചെയ്ത ആളുടെ വാക്കുകൊണ്ട് കദിയത്ത അയ്യതും എന്താവും? ശക്തമാകും. എന്ത്? ബഅദുമ, ഒന്നിൽ ചിലത്. എഴുത്താദഹു ബഅദു അഹ്ലി നവാഹി, ചില പ്രദേശത്തുകാർ അതിനെ പതിവാക്കിയിട്ടുണ്ട്. ആ പതിവാക്കിയ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ ബിലാ ഇമാമത്ത് എന്ന വാക്കുകൊണ്ട് ശക്തിപ്പെടുന്നുണ്ട്. എന്താണ് ആ പതിവ്? മിൻ തർക്കിൽ ഇമാമത്തി മിൻ അസ്ലിഹ, തലീക്കെട്ടി ഇല്ലാതെ തന്നെ നടക്കും ചിലവര്. എന്ത്? തലപ്പാവനല്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായി തന്നെ തലീക്കെട്ട് ഉപേക്ഷിക്കുന്നതിന്റെ ചില ഭാഗത്ത് ആൾക്കാർ പതിവാക്കിയതാ. അത്തരമൊരു പതിവിനെ ശക്തിപ്പെടുത്തുന്നുണ്ട് ഈ റാവി പറഞ്ഞ ബിലാ ഇമാമത്ത് എന്ന്. പിന്നെ ഉലമാഹിം, ആ പ്രദേശത്തുള്ള പണ്ഡിതന്മാര് വേർതിരിയുക ബിത്വയിലസാൻ അലാ ഖലൻസുബത്തിൻ ബൈളാഅ ലാസിഖത്തിൻ ബിറൈസി, തലയോട് യോജിച്ച് ചേർന്ന് നിൽക്കുന്ന വെളുത്ത തൊപ്പി ധരിക്കും. ആ തൊപ്പിന്റെ മുകളിൽ ഒരു പച്ച കളറുള്ള ഒല്ലി ഉണ്ടാവും. അത്തരം ഒല്ലിയിട്ടുകൊണ്ടാണ് ആ നാട്ടിലെ പണ്ഡിതന്മാര് സാധാരണക്കാരെ തൊട്ട് വകതിരിയുക, തലപ്പാവ് കൊണ്ടല്ല.
ഇങ്ങനെയുള്ളൊരു കാര്യത്തെ തലപ്പാവില്ലാതെയും നബി തങ്ങൾ തൊപ്പി ധരിച്ചു എന്ന് തെളിവാക്കാം. അവർ ശക്തിപ്പെടുത്തുന്നുണ്ട്. ലാക്കിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ബി തസ്ലീമി ദാലിക അത്തരം കാര്യങ്ങളൊക്കെ സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അല്ല ഫുല്ലു ശ്രേഷ്ഠമായത് മാ ഒന്നാണ്. എങ്ങനത്തൊന്ന് അലഹി ആ ഒന്നിന്റെ മേലിൽ മിനന്നാസി ജനങ്ങളിൽ ഈ പറയപ്പെട്ട പ്രദേശത്തുകാർ അല്ലാത്ത മറ്റു ജനങ്ങൾ പതിവാക്കിയത് എന്താണോ അതാണ് ഫുല്ലു. ഇതല്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും സംഗതി ഇങ്ങനെ പൊതുവെ ജനങ്ങൾ പതിവാക്കിയത് എന്തോ അത് നോക്കും. അതെന്തിനാലാണ്? മിൻ ലുബ്സിൽ ഇമാമത്തി ബി അദ്ബതിഹ തലയെക്കെട്ട് കെട്ടി വാലോടുകൂടെ തലപ്പാവ് ധരിക്കുക എന്നുള്ളതാണ് ഇവരെ വെച്ച് ബാക്കി പൊതുവെ എല്ലാവരുടെയും ഉപയോഗം. അതാണ് ഫുല്ലു. പിന്നെ ഒരു ആയത്ത് ഖദീഹ വ കൈഫിയത്തിഹ സാബിഖൈനി തലയെക്കെട്ടിന്റെ വാലിന്റെ രൂപങ്ങളും കണക്കുകളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിക്കും നോക്കുന്നവരാരോ? അതാണ് അഫ്ളല്. വലാ യുസന്നു തഹ്നീഖുൽ ഇമാമത്തി ഇൻദനാ നമ്മുടെ അടുക്കൽ തലപ്പാവിന് തഹ്നീക്കാക്കൽ സുന്നത്തില്ല. തഹ്നീക്ക് എന്താന്ന് പിറകിൽ വരുന്നുണ്ട്. വഖ്താറ ബഅദു ഹുഫാദിൻ ഹുന നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹുഫാദിൽപ്പെട്ട ചില ആളുകൾ പ്രത്യേകമാക്കിയിട്ടുണ്ട്. എന്ത് പ്രത്യേകമാക്കിയിട്ടുണ്ട്? തെരഞ്ഞെടുത്തിട്ടുണ്ട് മാ ഒന്നിനെ അലൈഹി കസീറൂന മിനൽ ഉലമാ ഉലമാക്കെന്ന് അധിക പേരും ആ ഒന്നിന്റെ മേലാണ്. അങ്ങനെയുള്ള ഒന്നാണ് ഇവിടെ ബഅദുൽ ഹുഫാദ് മുഖ്താറാക്കിയിട്ടുള്ളത്, തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ ഒന്നെന്താന്ന് ചോദിച്ചാൽ അന്നഹു യുസന്നു സുന്നത്താക്കപ്പെടും. എന്ത്? തഹ്നീക്ക്. ഇതാണിപ്പോ ഉലമാക്കൾ അധിക പേരും തെരഞ്ഞെടുത്തത് എന്ന് ബഅദുൽ ഹുഫാദ് പറയുന്നുമുണ്ട്. സുന്നത്തില്ല നമ്മുടെ അടുക്കെന്ന് പറഞ്ഞാലും ബഅദുൽ ഹുഫാദ് തെരഞ്ഞെടുത്തത് ഇങ്ങനെയാണ്, സുന്നത്തുൽ ഓർത്തുക. ഈ തഹ്നീഖുൽ ഇമാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? തഅ്സീഖുർ റഖബ, അത് പെരടിയ തഅ്സീഖാക്കലാണ്. പിന്നെ ഒമാ തഅത്തൽ ഉൽഖി വല്ലഹിയ ലഹിയത്തി താടി, അതുപോലെ ഹൽഖ് താടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തൊണ്ടക്കുഴി ഉണ്ടല്ലോ. അപ്പൊ താടിയുടെയും തൊണ്ടക്കുഴിയുടെയും അടിഭാഗത്തുള്ള ഒന്ന് അതും പെരടിയും കൂട്ടി താജീക്കാക്കുക. ബിബഅദിൽ ഇമാമത്തി തലയെക്കെട്ടിന് ചിലതെടുത്തിട്ട്, അപ്പൊ തലയെക്കെട്ടിന്റെ അല്പഭാഗം കൊണ്ട് പെരടിയും കൂട്ടി താഴ്ഭാഗത്തിൽ കൂടെ കൂട്ടി കൊണ്ടുവന്ന് തലയിൽ കെട്ടുന്നൊരു പരിപാടി ഉണ്ട്. അതാണ് തഹ്നീക്ക്. ആ തഹ്നീക്ക് സുന്നത്തില്ല നമ്മൾ എടുക്കുന്നത്. എന്നാലോ സുന്നത്താണ് എന്നുള്ളതാണ് അധിക ആൾക്കാർ മുഖ്താറാക്കിയിട്ടുള്ളത്. വഖദ് അജബ്തു ഫിൽ അസ്ലി അമ്മസ്തദല്ല ബി ഉലൈക. എന്നാ പിന്നെ ഈ ബഅദുൽ ഹുഫാദ് പറഞ്ഞല്ലോ, അവർ മുഖ്താറാക്കി. അതിന് അവർ തെളിവെടുത്തത് എന്താണോ ആ തെളിവിനെ തൊട്ട് അസ്രിൽ ഞാൻ എന്തായാലും മറുപടി കൊടുത്തിട്ടുണ്ട്. വാതാലു ഫീഹി ആ ഇസ്തിദ്ലാൽ അവർ വളരെ നീട്ടിപ്പരത്തി പറയുകയും ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വജാവിൽ അദ്ബത്തി തലപ്പാവിന്റെ തലയെക്കെട്ടിൽ വന്നിട്ടുണ്ട്, തന്നെ വാലിൽ വന്നിട്ടുണ്ട്. അഹാദീസ് കസീറത്തുൻ ഒരുപാട് ഹദീസ് വന്നിട്ടുണ്ട് വാല് വെക്കുന്നിടത്ത്. മിൻഹ സഹീഹുൻ വ മിൻഹ ഹസനുൻ. ആ ഹദീസുകളിൽ സഹീഹായതുമുണ്ട് ഹസനായതുമുണ്ട്. എങ്ങനത്തെ ഹദീസുകൾ? നാസത്തുൻ അലാ ഫിഇലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹാ ഈ നഫ്സിഹി ഒരു ജമാഅത്തി മിന സ്വഹാബിഹി, സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ടും നബിയുടെ സ്വഹാബാക്ക് ഒരു സംഘത്തിന് വേണ്ടിയിട്ടും ആ വാല് വെച്ച് നബിതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തിച്ചതിന് മേൽ വ്യക്തമായി നസ്സായി പറയുന്ന ഹദീസ് വന്നിട്ടുണ്ട്.
വഅല അംരിഹി ബിഹ, അങ്ങനെ വാല് വെക്കണം എന്നതുകൊണ്ട് നബിന്റെ കൽപ്പനയുടെ മേലിൽ വ്യക്തമാക്കി തരുന്ന ഹദീസുകളും വന്നിട്ടുണ്ട്. വലി അജലി ഹാദ, അപ്പൊ ഈ ഒരു കാരണത്തിന് വേണ്ടി ഇങ്ങനെ ഹദീസുകൾ വന്നില്ലേ വാല് വെക്കുന്നിടത്ത്, അങ്ങനെ ഉള്ളത് കൊണ്ട് ഖൗലി ശൈഖൈനി വഗൈരിഹിമാ, ശൈഖൈനിയുടെയും അല്ലാത്തവരുടെ ഖൗലിനെ വ്യാഖ്യാനിക്ക് നിർബന്ധമായി. ശൈഖൈനി എന്ന് പറഞ്ഞാൽ ഇമാം റാഫി, ഇമാം നവവി റളിയല്ലാഹു അൻഹു, അല്ലാത്തവരുടെ ഖൗലുകളുണ്ട്. വമൻ തഅമ്മമ, വല്ലവരുത്തനും തലയെക്കെട്ട് ധരിക്കുകയാണെങ്കിൽ, തലയെക്കെട്ട് കെട്ടുകയാണെങ്കിൽ, ഫലഹു, അവനുണ്ട് എന്തുണ്ട്, ഫഅൽ അദബത്തി, വാലുണ്ടാക്കാം, വാല് വെക്കണം. പിന്നെ വതർക്കുഹ, ആ വാൽ ഉപേക്ഷിക്കല് അതും പറ്റും. വലാ കറാത്ത ബിവാഹിദിൻ മിൻഹുമാ, ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ കറാഹത്തുണ്ടോ? വാല് വെച്ചാലും കറാഹത്തില്ല, വാല് വെച്ചില്ലെങ്കിലും കറാഹത്തില്ല. ഇങ്ങനെയാണ് പറഞ്ഞത്. സാദൽ മുസന്നിഫ് കൂടുതലാക്കി പറയുന്നു, അന്നഹു ലം യസിക ഫി നഹി അൻ തർക്കിൽ അദബത്തി ഷൈഉൻ, വാല് ഉപേക്ഷിക്കുന്നതിനെ തൊട്ട് നഹി വന്നതായി. വാല് ഉപേക്ഷിക്കുക, അപ്പൊ വാല് ഉപേക്ഷിക്കുന്നതിനെ തൊട്ട് നഹി വരണം. അപ്പൊ വാല് ഉപേക്ഷിക്കുന്നതല്ലേ വരേണ്ടത്. ആ നഹിയിൽ സഹീഹായ എന്തേലും വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് വാല് ഉപേക്ഷിക്കുന്നതിലും വാല് വെക്കുന്നതിലും കറാഹത്തില്ല എന്ന് പറഞ്ഞത്. ഇന്ദഹ, പല വാക്ക് രണ്ടുള്ള വാക്കും ഇതാണ്. ആ പറഞ്ഞ വാക്ക് അവസാനിച്ചു. ഈ വാക്കിനെ വ്യാഖ്യാനിക്ക നിർബന്ധമായി. എന്തുകൊണ്ട്? ബി അന്നൽ മുറാദ ബി ലഹു ഫഅലുൽ അദബത്തി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അൽ ജവാദു ഷാമിലുൻ നദ്ബി, വാല് വെക്കൽ സുന്നത്താണ് എന്നതിനെ ഉൾപ്പെടുത്തുന്ന ഒരു ജവാസി എന്ന അർത്ഥത്തിലാണ് ലഹു ഫഅലുൽ അദബത്തി എന്നതിന്റെ ഉദ്ദേശം എന്ന് വെക്കണം. പിന്നെ വദർകുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബഅദിൽ അഹ്യാനി, ചില സന്ദർഭങ്ങളിലൊക്കെ മുത്തുനബി തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? തലപ്പാവ് വാല് വെക്കൽ ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കല് ഇന്നമാ യദുല്ലു, നിശ്ചയമായിട്ടും അത് അറിയിക്കുന്നു, അല അദിമി വുജൂബിഹ, ആ വാല് വെക്കൽ നിർബന്ധമില്ല എന്നതിന്റെ മേലിലോ, അല്ലെങ്കിൽ അദിമി തഅക്കുദി നദ്ബിഹ, അല്ലെങ്കിൽ സുന്നത്തുണ്ട് അത് ശക്തമായ സുന്നത്ത് ഇല്ല എന്നതിന്റെ മേലിൽ മാത്രം അറിയിക്കുന്നതേ ഉള്ളൂ. വാല് തീരെ വെക്കണ്ടെന്നില്ല, വെച്ചാലും കുഴപ്പമില്ല, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയും അതിന് മനസ്സിലാക്കാനുള്ളൂ. പിന്നെ വഖദിസ്തദല്ലു, അവരെന്താണെന്നറിയാമോ? അതായത് വാല് വെക്കൽ സുന്നത്താണ് എന്നതിനെ സ്ഥിരപ്പെടുത്തുന്ന ആളുകൾ ദലീലാക്കിയത് ബി കൗനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അർസലഹ, നബിയുടെ തലപ്പാവിന്റെ വാല് നബി തങ്ങൾ അയച്ചിട്ടത് ബൈനൽ കത്തിഫൈനി, രണ്ട് ചുമരിന്റെ ഇടയിൽ കൂടെയാണ് ഇട്ടത്. താറത്തൻ, ചിലപ്പോ അങ്ങനെയാണ്. വൈനൽ ജാനിബിൽ ഐമനി ഉഖറ, വേറൊരു സന്ദർഭത്തിൽ എന്ത് ചെയ്യും? വലതു ഭാഗത്തേക്ക് വിട്ടിട്ടുണ്ട് എന്നാണ് ഹദീസുള്ളത്. ഇതുകൊണ്ട് അവർ ലക്ഷ്യം പിടിച്ചു എന്ത്? അല അന്ന കുല്ല മിന്നുമാ സുന്നത്തുൻ, രണ്ട് ചുമരിന്റെ നേരെ ഇടയിൽ അതിടുക, അല്ലെങ്കിൽ വലത്തോട്ടിടുക, ഇത് രണ്ടിലും സുന്നത്താണ് എന്നുള്ളത് അവർ ദലീലാക്കി പിടിച്ചു. അപ്പൊ സുന്നത്താന്ന് കിട്ടിയില്ലേ? അതിന്റെ ദലീൽ ഇതാകുന്നു. വഹാദ, ഈ പറഞ്ഞത് തസ്രീഹും മിൻഹും, അത് അവരുടെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കി തരുന്നു. ബി അന്ന അസ്ലഹ, നിശ്ചയമായിട്ടും ഈ വാല് വെക്കുന്നതിന്റെ അടിസ്ഥാനം സുന്നത്തുൻ, അത് സുന്നത്താണ് എന്ന് തന്നെയാണ്. കാരണം അന്ന സുന്നിയത്താബി ഇർസാലിഹ, ആ വാലിനെ അയച്ചിടുന്നുണ്ടല്ലോ, ആ വാലിനെ വെക്കുന്ന ഒരു രീതിയിൽ, അതിനെ അയച്ചിടുന്ന രീതിയിൽ സുന്നത്തായതെന്താ? ഇതാ അഖദത്ത്
അല്ലെങ്കിൽ ഇതാ ഉഖിദത്ത് മിൻ ദീനി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു, മുത്തുനബി തങ്ങൾ അത് ചെയ്തു, ആ ചെയ്തെന്ന് അതിനെ സുന്നത്തായി പിടിക്കപ്പെടാമെങ്കിൽ ഔല, അപ്പോൾ ഏറ്റവും ബന്ധമായതല്ലേ അന്തൂഖദ സുന്നിയത്ത് അസ്ലിഹി, ആ വാല് വെക്കുന്നതിന്റെ അടിസ്ഥാന സുന്നത്തിനെ പിടിക്കല് മിൻ ഫഅലിഹി ലഹു ലഹ, മുത്ത് നബി തങ്ങൾ. അപ്പൊ ഇർസാലിനെ നബി തങ്ങൾ ചെയ്ത് സുന്നത്തിനെ പിടിക്കാമെങ്കിൽ നബി തങ്ങൾ വാല് വെച്ചില്ലേ, ആ വാല് വെച്ച ആ പ്രവൃത്തിയിൽ നിന്നും അംബിഹി ബിഹ, മുത്തുനബി തങ്ങൾ വാല് വെക്കണമെന്നത് കൽപ്പിച്ചിട്ടുമുണ്ട്, അതിൽ നിന്നും മുത്തക്കർറിൻ ആവർത്തിച്ചുകൊണ്ട്, മുത്തക്കർറായിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അതിൽ നിന്ന് വാല് വെക്കൽ അസ്ര് സുന്നത്താന്ന് പിടിച്ചെടുത്തൂടെ. പിന്നെ സുമ്മയിർസാലുഹ ബൈനൽ കത്തിഫൈനി, അങ്ങനെ വാല് വെച്ചതിന് ശേഷം അപ്പൊ അടിസ്ഥാനപരമായി വാല് വെക്കൽ സുന്നത്ത്. ഇനി ആ വാലിനെ രണ്ട് ചുമന്റെ ഇടയിലൂടെ അയച്ചിടുക, വാല് നീട്ടിടുക, അഫ്ദലു മിന്നു അൽ അയ്മനി, വലത് ഭാഗത്തിൽ കൂടെ ആ വാല് അയച്ചിടുന്നതിനേക്കാൾ ഏറ്റവും അഫ്ദൽ രണ്ട് ചുമന്റെ ഇടയിൽ ഇടുക എന്നുള്ളതാണ് എന്നല്ലേ. കാരണം അന്ന ഹദീസൽ അവ്വലി അസഹു, രണ്ട് ചുമരിന്റെ ഇടയിൽ കൂടെ വാലിടുക എന്ന് പറഞ്ഞ ഹദീസ്, അതാണല്ലോ വലത് ഭാഗത്തിടുന്ന വാലിനെ പറ്റി പറഞ്ഞ ഹദീസിനേക്കാൾ അസഹ്. ഇനി ഇവിടെ നമുക്ക് വേറൊരു ചർച്ച വരിക, അമ്മായി ഇർസാലു സൂഫിയ്യത്തി ലഹ അലൽ ജാനിബിൽ ഐസരി, ഇടത് ഭാഗത്തിൽ കൂടെയാണ് സൂഫിയാക്കൾ വാല് വെച്ച വാലിന്റെ പുറത്തിടല്. തലികെട്ട് കെട്ടി ഓല വാല് എടുക്കയച്ചിടുക ഇടത് ഭാഗത്തിന്റെ മേലാണ്. അത് എന്തുകൊണ്ടാ ഇടത് ഭാഗത്തേക്ക് ഓല വാലിടുന്നത്? ഈ കൗനിഹി ജാനിബൽ കൽബി, അത് ഇടത് ഭാഗം എന്നുള്ളത് വലത്തിന് കൽബിന്റെ ഭാഗമല്ലേ, ആ നിലക്ക് നോക്കിയിട്ടാണ്. അപ്പോ തുദക്രു തബ്രീഹു മിമ്മ സിവാ റബ്ബി, അപ്പോ റബ്ബല്ലാത്ത ഏതെല്ലാം ചിന്തകൾ അവിടെ വരുമോ ആ റബ്ബല്ലാത്തതിനെ തൊട്ടൊക്കെ ആ കൽബ് ഒഴിവായിരിക്കണം. ആ കൽബിനെ ഒഴിവാക്കലിനെ ഈ പറയുന്ന ഇടത് ഭാഗത്തിൽ കൂടെ ആ അദബത്തിലിട്ടാൽ ഓർമ്മപ്പെടുത്തി തരും. ആ നിലക്കാണ് ഒരു ഇടത് ഭാഗത്ത് ഇടുന്നത്. ഫഹുവ, അങ്ങനെ ഓര് പറഞ്ഞ ഈ ഇർസാൽ ഇടത് ഭാഗത്ത് സൂഫിയാക്കൾ വാല് വെക്കുന്ന പരിപാടി, ഫഹുവ ഷൈഉൻ ഇസ്തവി സനൂഹു, അത് അവര് നല്ലതായി കണ്ടു എന്നൊരു കാര്യം നല്ലാതെ അതിന് തെളിവൊന്നുമില്ല. പിന്നെ വന്നുബിഹി, അവരെ കുറിച്ചുള്ള വിചാരം എന്ത്, അന്നകും നിശ്ചയമായിട്ടും സൂഫിയാക്കൾ ലം യബ്ലഉഹും ഈദാലിക സുന്നത്തുൻ, അങ്ങനെ വാല് ഇടത് ഭാഗത്തിൽ കൂടെ ഇടണം, അതൊരു സുന്നത്താണ്, ഒരു തെളിവൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല, ഹദീസൊന്നും അവർക്ക് എത്തിയിട്ടില്ല. അബൂബക്കർ അവരെന്തായി മഅ്ദൂരീന, അവർക്ക് ആ വിഷയത്തിൽ കാരണം നൽകപ്പെട്ടവരായി എന്ന് പറയണം. അങ്ങനെ തന്നെ അമ്മാ ബഅദ അൻ ബലഗതുഹും സുന്നത്തു, ഇനി ഹദീസ് അവർക്ക് കിട്ടിയെന്ന് വെക്കുക, അതിന്റെ ശേഷം പിന്നൊരു ചെയ്താൽ ഫലാ ഉദ്റ ലഹും ഫീ മുഖാലഫതിഹ, ആ സുന്നത്തിനോട് ഹദീസിനോട് എതിരാവുന്ന വിഷയത്തിൽ ഇവർക്ക് എന്തെങ്കിലും കാരണം ചെയ്യാൻ പറ്റോ? ഇല്ല. അങ്ങനെ വിചാരം പറ്റും. പിന്നെ വക്കാന ഹിക്മത്തു നദ്ബിഹ, ഈ വാല് അടിസ്ഥാനപരമായി പറഞ്ഞ വക്കൽ സുന്നത്തല്ലേ, അതിന്റെ ഹിക്മത്ത് മാ ഫീഹ, അതിലുള്ള ഒന്നാണ്. ആ ഒന്നെന്തിനാലാണ് പിന്നെ ജമാലി, അഴക്, തഹ്സീൻ ഹൈഅത്തി, ആ രൂപങ്ങളൊക്കെ നന്നാക്കിയെടുക്കുക, ആ വാല് തലീകത്തൊക്കെ കെട്ടി വാലൊക്കെ വെച്ച രസമാണ്, അതാണ് പല ഹിക്മത്ത്. എന്നാൽ അബ്ദ ബഅ്ദു മുജസ്സിമിൽ ഹനാബിലത്തി, ഹനാബിലത്തിൽപ്പെട്ട അഥവാ അംബലി മദ്ഹബുകാരിൽപ്പെട്ട അള്ളാഹ്ക്ക് ജിസ്മുണ്ടെന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്, പുത്തംവാദികൾ. അത് ഇവര് തീമേണായി വാദോട് ഉദ്ദേശം, അയാൾ വെളിവാക്കുന്നു എന്ത്, ജഅലിഹ ബൈനൽ കത്തിഫൈനി, രണ്ട് ചുമലുകൾക്ക് ഇടയിൽ ആ വാല് ആക്കുക, അതിനുള്ളതിന് അയാൾ വെളിവാക്കിയത് ഒരു ഹിക്മത്താൽ വെളിവാക്കിയിട്ടുണ്ട്. അയാളുടെ ഹിക്മത്ത് എന്താ പറയുക, തലീഖ് ബി മുഅ്തഖദിഹി, അത് അയാളുടെ വിശ്വാസത്തോട് യോജിക്കുന്ന ഹിക്മത്താണ്. ആ ബാദിൽ വിദ്യാർത്ഥിന്റെ
എങ്ങനത്തെ വിശ്വാസം? അൽ ബാത്തിലി, ബാത്തിലായ വിശ്വാസമാണ്. അപ്പൊ ആ ബാത്തിലായിരിക്കുന്ന വിശ്വാസപ്രകാരം ആ വിശ്വാസത്തിൽ യോജിക്കുന്ന ഒരു ഹിക്മത്താണ് അതിനാൾ പറഞ്ഞിട്ടുള്ളത്. അത് ശരിയല്ല. ഫഹദറും, അയാളെ നീ പേടിച്ചോ എന്നാണ് അവിടെ പറയാനുള്ളത്. അപ്പൊ ബിദ്അത്തുകാരനാ പറഞ്ഞത് ശരിയായിട്ടില്ല. പിന്നെ സാഹിബിൽ ഖാമൂസി, ഇനി ഖാമൂസ് എന്ന് പറഞ്ഞാൽ ലുഗത്ത് പറയുന്ന ഒരു കിതാബാണ്, അർത്ഥം പറയും. പിന്നെ ഈ പറയുന്ന അദബത്തിന് വിശദീകരിക്കുന്നിടത്ത് ഖാമൂസിന്റെ മുസന്നിഫിന് സംഭവിച്ചത് ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒന്ന് റദ്ദൂഹു അലൈഹി, അത് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അവരെന്ത് റദ്ദ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏതുപോലെ? ഖാമൂസിന്റെ മുസന്നിഫിന്റെ വാക്കൊക്കെ കൗലി അയാൾ പറയും പോലെ ലം യുഫാരിഖ്ഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തു, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ആ തലയെക്കെട്ടിലെ വാലുമായി വിട്ടുപിരിഞ്ഞിട്ടില്ല. അപ്പൊ എപ്പോഴും വാല് വെക്കലുണ്ടെന്ന് അർത്ഥം. സ്വഭാവ്, യഥാർത്ഥത്തിൽ എന്താണ് പറയാനുള്ളത്? മൂപ്പര് പറഞ്ഞ വാക്കുന്നു അവിടെ യഥാർത്ഥമുള്ളത് ഇങ്ങനെയാണ്. അന്നഹുക്കാല യതുറുഖുഹ അഹ്യാനൻ, യതുറുഖുഹ അഹ്യാൻ, ചില സന്ദർഭങ്ങളിൽ നബി തങ്ങൾ വാല് വെക്കാതെ തലി കെട്ടിട്ടാറുണ്ട്. അതാണ് യഥാർത്ഥം. പിന്നെ ഒക്കെ കൗലി തൊവീല. പിന്നെ ആ സാഹിബുൽ ഖാമൂസ് പറയാണ് നബിന്റെ തലപ്പാവിന്റെ വാല് ഭയങ്കര നീട്ടുണ്ടായിരുന്നു എന്നാണ്. ഫൈനറാദ, ഖാമൂസിന്റെ മുസന്നിഫ് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത്? അന്നബീക, നിശ്ചയമായിട്ടും ആ വാലിൽ തൂരൻ നസബിയ, മറ്റൊന്നിലേക്ക് ചേർത്തിക്കൊണ്ടുള്ളൊരു തൂലാണ്, പൊതുവെയുള്ള തൂലല്ല, മറ്റൊന്നിലേക്ക് ചേർത്തിയിട്ടുള്ളൊരു തൂലാണ് ഉദ്ദേശമെങ്കിൽ എത്രത്തോളം? അത്താ ഉറുസിലത്ത് ബയൽക്കത്ത് സൈനി, രണ്ട് ചുമലുകൾക്ക് ഇടയിൽ അതിനെ താഴ്ത്തിടപ്പെടും. അങ്ങനെ താഴ്ത്തിടപ്പെടാൻ പറ്റുന്ന വിധത്തിൽ അങ്ങനത്തെ നീട്ടമാണ് പറഞ്ഞതെങ്കിൽ ഫവാലിൻ, കാര്യം എന്താണ്? വ്യക്തമാണ്, കുഴപ്പമില്ല. അപ്പൊ അത് നീട്ടുണ്ടാവുമല്ലോ. അല്ല, ആ വസീയതനിതാരിക്കാൻ അതിനേക്കാൾ കൂടുതലാണ് ഈ തൂല് കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഫല, അപ്പൊ അത് വാദ്യവുമല്ല, അത് ശരിയാകൂല. വഖദ് ഖാല ബഅദുൽ ഹുഫാദ്, ബഅദുൽ ഹുഫാദ് പറയുണ്ടായി അഖല്ലു മാ വറദ ബി തൂലിക, നബിയുടെ തലപ്പാവിന്റെ വാലിന്റെ നീട്ടത്തിൽ ഹദീസിൽ വന്ന ഒന്ന് അത് അർബഉ അസാബിഅ, 4 വിരലുകളുടെ നീട്ടം എന്നാണ്. അക്സറു മാ വറദ, വായിദായതിൽ നിന്ന് അധികമായി കാണുന്നത് ദിറാഉൻ, 1 മുഴമാണ്. അപ്പൊ ബൈനഹുമ, ഈ പറയുന്ന തൂല് ദിറാ, 4 വിരല്, അതുപോലെ തന്നെ ദിറാ, ഇത് രണ്ടിന്റെ ഇടയിലുണ്ട് എന്തുണ്ട്? പിന്നെ ഷിബർ, ഒരു ചാണ്, അങ്ങനെയുണ്ട്. എന്താ അതോട് കഴിഞ്ഞു, അങ്ങനെ പറയാനുള്ളൂ. അപ്പൊ മറമാ മിൻഹു, ഒന്ന് കഴിഞ്ഞു പോയി. ആ ഒന്നിൽ നിന്ന് എന്ത് ചെയ്യാം? അറിയപ്പെടും എന്ത്? ഹിർമത്ത് ഇഫ്ഹാശി തൂലിഹ, പിന്നെ ആ തലപ്പാവിന്റെ വാല് നീട്ടിൽ മോശമാവുക, ആ നീട്ടിൽ മോശമാക്കൽ എന്താണ്? ഹറാമാണ് എന്ന് മനസ്സിലാക്കാം. ഏതൽക്ക് ഖാസിദിൽ ഖുയലായി, അവിടെ പിന്നെ പവർ, തലപ്പാവിന്റെ തലയിക്കെട്ട് നീട്ടുന്നത് അന്തസ്സും ഒരു പവറൊക്കെ ഉദ്ദേശമാണ്. ആ ഉദ്ദേശപ്രകാരം അതിനെ നീട്ടിങ്ങാണ്ട് മോശമാക്കൽ ഹറാമാണെന്നില്ല വിളിയാവും. അത് ശരിയല്ല. ഈ വയലኝ അക്കുസത് അങ്ങനെ ഖുയലാവൻ കരുതിയിൽ അതൊക്കെ വാല് വെക്കലുണ്ട്. നാം പിന്നെ കൊരിയ കറാത്തുണ്ടെന്ന് പറയാൻ ഹറാമില്ല. പിന്നെ ദിക്റുഹുൽ ഇഫ്ഹാസ്, അവിടെ ഒരു ഇഫ്ഹാസിനെ പറഞ്ഞില്ലേ? ഇഫ്ഹാസ് എന്ന് പറയുന്നത് ബൽ എന്ന് മാത്രമല്ല, തൂലും പറയുന്നുണ്ട്. അത് ബൽ എങ്കിലും ഹിയ, ആ പറയുന്ന അദബത്ത് മിൻ അസ്ലിഹ, അത് അതിന്റെ അസിലിൽ അത് തംസീലുൻ ലിമാ ഹുവ മഅലൂമൻ, അറിയപ്പെട്ട ഒരു കാര്യത്തിലുള്ള മിസാലാക്കി പറഞ്ഞേ ഉള്ളൂ. എന്താ അറിയപ്പെട്ടത്? അന്ന സബബൽ ഇസ്മി, നിശ്ചയമായിട്ടും കുറ്റത്തിന്റെ കാരണം, ഇന്നമാഹുവ, ആ സബബ് ഹസ്ബിനൽ ഖുയലാ, ഖുയലാ പോലോത്തതിനെ കരുതുക, അവിടെയാണ് എന്തുണ്ടാവുക? ഖുയലാ പോലോത്ത പറഞ്ഞ ആൾക്കാരുടെ നന്മ ഉദ്ദേശിക്കുക, ആൾക്കാർക്ക് എന്റെ നന്മ വെളിപ്പെടുത്തുക.
ഇതൊക്കെയാണ് തലപ്പോ പോലത്തുള്ള ഉദ്ദേശമെങ്കിൽ അത് മാത്രമാണ് കുറ്റത്തിന്റെ ഒരു കാരണം എന്നറിയപ്പെട്ടതാണ്. അത്തരമൊരു കാര്യങ്ങൾക്കാണ് ഈ പറയുന്ന ഇഫ്ഹാസും തൂലൊക്കെ പറഞ്ഞ ഉദാഹരണമാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടുന്ന് വിശദീകരിക്കാം.